ഹായ് മക്കളെ, ബഹാവുദ്ദീൻ സാറാണ്. ഇന്ന് വീഡിയോയിൽ എത്തിയിട്ടുള്ളത് അക്കൗണ്ടൻസിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലെ. ഈ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനമായി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് ആണ് പ്രോഫിറ്റ് ടു ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. സോ എങ്ങനെയാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, എന്താണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന കാര്യം നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിച്ചാലോ. വാ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എങ്ങനെയാണ് നെറ്റ് പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ് ടു ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എന്താണ് എങ്ങനെയാണ് നെറ്റ് പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ്. ഓക്കെ അല്ലേ? ഇവിടെ നോക്കിക്കേ, അഡ്ജസ്റ്റ്മെന്റ് ഐറ്റംസ് ആൻഡ് ഇറ്റ്സ് പ്രിപ്പയർഡ് ടു ഷോ ഹൗ നെറ്റ് പ്രോഫിറ്റ് ഹാസ് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ പാർട്ട്നേഴ്സ്. ലാഭവിഹിതം എങ്ങനെയാണ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണെന്ന് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. സോ ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ. ക്ലിയർ അല്ലേ? അതിന് ഡെബിറ്റ് സൈഡ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് നമ്മൾ എക്സ്പെൻസസിനെയാണ്. എന്താണ് ഈ എക്സ്പെൻസ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളൊരു ബിസിനസ് ആണെന്ന് വിചാരിക്കാം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ചില എക്സ്പെൻസുകൾ ഉണ്ടാവും. എക്സാമ്പിൾ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എന്താ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? നമ്മൾ പാർട്ട്ണർക്ക് അങ്ങോട്ട് കൊടുക്കുന്നതാണല്ലേ. ഇമാജിൻ നിങ്ങൾ എല്ലാവരും ബിസിനസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മളെല്ലാവരും ബിസിനസ് ആണ് അല്ലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? പാർട്ട്ണർക്ക് അങ്ങോട്ട് നമ്മൾ പേ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻസ് അല്ലേ. സോ അത് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യും. അതേപോലെ തന്നെ പാർട്ട്ണർ സാലറി. എന്താണ് ഈ പാർട്ട്ണർ സാലറി? നമ്മുടെ ബിസിനസ്സിൽ പാർട്ട്ണർ ഉണ്ടെങ്കിൽ, നമ്മളാണല്ലോ ബിസിനസ്, നമ്മൾ പാർട്ട്ണർക്ക് അങ്ങോട്ട് എന്ത് കൊടുക്കാണ്? സാലറി കൊടുക്കാണ്. ഒന്ന് ഇമാജിൻ ചെയ്തൊക്കെ, നമ്മൾ കൊടുക്കാണ്. അപ്പൊ നമുക്ക് എന്താ? എക്സ്പെൻസ് ആണ്. ക്ലിയർ? ദെൻ പാർട്ട്നേഴ്സ് കമ്മീഷൻ. എന്താണ്? പാർട്ട്നേഴ്സ് കമ്മീഷൻ. ക്ലിയർ? എന്താ പാർട്ട്നേഴ്സ് കമ്മീഷൻ? നമ്മൾ പാർട്ട്ണർക്ക് അങ്ങോട്ട് എന്ത് കൊടുക്കുന്നു? കമ്മീഷൻ കൊടുക്കുന്നു. ദെൻ റിസർവ്സ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാ റെക്കോർഡ് ചെയ്യുക? നമുക്ക് ഇങ്ങോട്ട്, നമ്മളാണ് ബിസിനസ്, സോ നമ്മൾ ഇങ്ങോട്ട് കിട്ടുന്ന ഇൻകം, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നെറ്റ് പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്യും. അതിനുശേഷം എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. എന്താ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്? പാർട്ട്ണർ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇങ്ങോട്ട് എന്ത് തരാണ് മക്കളെ? എമൗണ്ട് തരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് വിളിക്കുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ബിസിനസ്സിലെ പാർട്ട്ണർ ആരാണോ അയാൾ എന്ത് ചെയ്യും? നമ്മുടെ ബിസിനസ്സിലേക്ക് ഇങ്ങോട്ട് എന്ത് തരാണ്? പൈസ തരാണ്. എന്തിനു വേണ്ടിയാ പൈസ തരുന്നത്? അയാൾ വിഡ്രോ ചെയ്തതിന്റെ മുകളിൽ പലിശയായിട്ട് നമുക്ക് ഇങ്ങോട്ട് പണം തരുന്നു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഇൻകം ആണ്. സോ ഇവിടെ ഒന്നും കൂടി പറയുകയാണെങ്കിൽ നെറ്റ് ലോസ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് ഡെബിറ്റ് സൈഡ് നെറ്റ് ലോസ് റെക്കോർഡ് ചെയ്യും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, റിസർവ്സ്, ഇത്രയും ഐറ്റംസിനെയാണ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഫേമിന്റെ എക്സ്പെൻസിനെ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യണം. പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, എന്നാൽ ക്രെഡിറ്റ് സൈഡ് നമ്മൾ എന്തായിരുന്നു റെക്കോർഡ് ചെയ്തിരുന്നത്? നെറ്റ് പ്രോഫിറ്റും അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. എന്താണ് ഈ ഐറ്റംസ്? അതായത് ഫേമിന്റെ ഇൻകം ആണെങ്കിൽ, നമ്മുടെ ബിസിനസിന്റെ ഇൻകം ആണെങ്കിൽ ആ ഇൻകത്തെയാണ് നമ്മൾ എങ്ങോട്ട് റെക്കോർഡ് ചെയ്യേണ്ടത്? അപ്രോപ്രിയേഷൻ ക്രെഡിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം. എല്ലാവർക്കും ഓക്കെ അല്ലേ? സോ നെറ്റ് ലോസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, റിസർവ്സ്, ഇത്രയും ഐറ്റംസിനെ ഇവിടെ റെക്കോർഡ് ചെയ്യും. അപ്രോപ്രിയേഷൻ ഡെബിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യും. എന്നാൽ ക്രെഡിറ്റ് സൈഡിലേക്ക് എന്തൊക്കെ റെക്കോർഡ് ചെയ്യുക? നെറ്റ് പ്രോഫിറ്റും അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും മാത്രമേ എവിടേക്ക് റെക്കോർഡ് ചെയ്യത്തുള്ളൂ? ക്രെഡിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യത്തുള്ളൂ. സിമ്പിൾ അല്ലേ? അങ്ങനെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. സോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് ആണോ അതോ നെറ്റ് ലോസ് ആണോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം കണ്ടുപിടിക്കേണ്ടത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എങ്ങനെ? ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ ചോദ്യത്തിൽ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കേ. Arun Karun are partners in a firm sharing profit and loss in the ratio of 1:2:1. Their capital balance on 1/4/22 was 4 lakh and 3 lakh respectively. Okay, 4 lakh and 3 lakh ആണ് അവരുടെ capital. The partnership deed provides that Arun is to be paid a salary of 2,000 per month and Karun is to get a commission of 10,000 per year. Okay, Arun എന്ത് കൊടുക്കാനുണ്ട്? 2,000 per month പ്രകാരം സാലറി കൊടുക്കാനുണ്ട്. Karun എന്ത് കൊടുക്കാനുണ്ട്? 10,000 rupees കമ്മീഷനും കൊടുക്കാനുണ്ട്. ഓക്കെ, ഫൈൻ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ is to be allowed 8% per annum. 8% എന്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം. ഓക്കെ അല്ലേ? The drawings of Rajan and Sajan for the year were 30,000 and 10,000 respectively. അവരെ രാജന്റെയും സാജന്റെയും ഡ്രോയിങ്സ് എത്രയാണ്? 30,000 10,000 rupeesമാണ്. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ അരുൺ ഡ്രോയിങ്സ് 750 ആൻഡ് കരുൺസ് ഡ്രോയിങ്സ് 250. അരുണിന്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാണ്? 750 രൂപയാണ്. കരുണിന്റെ എത്രയാണ്? 250 രൂപയാണ്. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഫേം ബിഫോർ മേക്കിംഗ് ദിസ് അഡ്ജസ്റ്റ്മെന്റ്സ് വാസ് 1,82,000. അതായത് ഈ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നതിന് മുൻപേ ഫേമിന്റെ പ്രോഫിറ്റ് ആണ് എത്ര? 1,82,000 രൂപ എന്ന് പറഞ്ഞാൽ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? പ്രിപ്പയർ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇതാണ് ചോദ്യം. സോ നമ്മൾ പറഞ്ഞിരുന്നു, ചോദ്യം കിട്ടിയാൽ, ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിൽ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന കാര്യം കണ്ടുപിടിക്കണം അല്ലേ? നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ നോക്കിക്കേ.
ക്വസ്റ്റ്യൻ ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ബിഫോർ മേക്കിംഗ് ദിസ് അഡ്ജസ്റ്റ്മെന്റ്സ്. ഓക്കെ, അപ്പൊ ഫേമിന് നെറ്റ് പ്രോഫിറ്റ് എത്രയാ മക്കളെ? 1,82,000. അപ്പൊ നമ്മൾ എവിടെയായിരുന്നു റെക്കോർഡ് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റിനെ? നമുക്കറിയാം എവിടെയാണ് നെറ്റ് പ്രോഫിറ്റ് വന്നാൽ ഇറ്റ് ഷുഡ് ബി റെക്കോർഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. എവിടെയാ റെക്കോർഡ് ചെയ്യല്? ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ പോയിട്ട് റെക്കോർഡ് ചെയ്യുന്നു പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, ബ്രാക്കറ്റിൽ നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, എത്ര എമൗണ്ട് വന്നിട്ടുള്ളത്? ദ എമൗണ്ട് വിൽ ബി 1,82,000, 1,82,000 രൂപ. സെറ്റ് അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? 1,82,000 റുപ്പീസ് റെക്കോർഡ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ 1 by 1 ആയിട്ട് എന്തൊക്കെയാണോ ചോദ്യത്തിൽ പറയുന്നത് ആ ഓരോ കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നെറ്റ് പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ എന്തൊക്കെ പറയുന്നുണ്ടോ ആ എല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യാം. നോക്കാം. ഫൈൻ, ആദ്യം നോക്കാം. അവരുടെ ക്യാപിറ്റൽ 4 lakhും അവരുടെ ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ 4 lakhും അതേപോലെ തന്നെ എത്ര കൊടുത്തുള്ളത്? 3 lakh റുപ്പീസുമാണ്. ഓക്കെ, ബാക്കി നോക്കാം. പാർട്ണർഷിപ്പ് എഗ്രീസ് അരുൺ ഈസ് ടു ബി പെയ്ഡ് എ സാലറി ഓഫ് 2,000 പെർ മന്ത്. അതായത് അരുൺ എന്ത് കൊടുക്കാനുണ്ട്? 2,000 റുപ്പീസ് പെർ മന്ത് എന്ന രൂപത്തിൽ സാലറി കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ചേ. സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേമിനെ സംബന്ധിച്ചോളം എക്സ്പെൻസ് അല്ലേ? നമ്മൾ പാർട്ട്ണർക്ക് അങ്ങോട്ട് കൊടുക്കല്ലേ? സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ് അല്ലയോടാ മക്കളെ? അപ്പൊ എവിടെയായിരിക്കും റെക്കോർഡ് ചെയ്യുക? എക്സ്പെൻസിനെ ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യണം എന്നാണ് പഠിച്ചത് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ ഡെബിറ്റ് സൈഡ് സാലറി ടു. ഓക്കെ, സാലറി ടു ആരായിരുന്നു? അരുണിന് സാലറി കൊടുക്കും. എത്രയായിരിക്കും കൊടുക്കുക? 2,000 പെർ മന്ത്. ഒരു മാസം 2,000 രൂപ. അപ്പൊ ഒരു വർഷം എത്ര രൂപ ഉണ്ടാവും? 24,000, 24,000 രൂപ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? കരുൺ ഈസ് ടു ഗെറ്റ് എ കമ്മീഷൻ ഓഫ് 10,000 ഫോർ ദ ഇയർ. 10,000 രൂപ കമ്മീഷൻ ആർക്ക് കൊടുക്കാനുണ്ട്? കരുണിന് കൊടുക്കാനുണ്ട്. ഒന്ന് ആലോചിച്ചേ, കമ്മീഷനും നമ്മളാണ് ഫേം, നമ്മൾ പാർട്ട്ണർക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് അല്ലേ? അപ്പൊ നമുക്ക് എക്സ്പെൻസ് ആണ്. സോ എക്സ്പെൻസിന് അവിടെ റെക്കോർഡ് ചെയ്യും ഡെബിറ്റ് സൈഡിൽ. സോ കമ്മീഷൻ ടു. ഓക്കെ, കമ്മീഷൻ ടു കരുൺ. ഓക്കെ, എത്ര എമൗണ്ട്? 10,000 പെർ ഇയർ. ഒരു വർഷത്തേക്കാണ് എത്ര പറഞ്ഞിട്ടുള്ളത്? 10,000 റുപ്പീസ് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞ കാര്യം ക്ലിയർ? എങ്ങനെ? ഒരു വർഷത്തേക്കാണ് എത്ര റുപ്പീസ് പറഞ്ഞിട്ടുള്ളത്? 10,000 റുപ്പീസ് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? അതേപോലെ തന്നെ, അതായത് 10,000 റുപ്പീസ് എന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ? മറ്റേത് സാലറിയുടെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മാസം 2,000 അല്ലെ? അപ്പൊ 24,000 ഒരു വർഷത്തേക്ക്. ഇവിടെ കമ്മീഷൻ ഒരു വർഷത്തേക്കാണ് 10,000. സോ നമ്മൾ എന്ത് ചെയ്തു? ഒരു മാറ്റവും ഇല്ലാതെ 10,000 രൂപ തന്നെ റെക്കോർഡ് ചെയ്തു. ഓക്കെ, ബാക്കി നോക്കാം. ബാക്കി നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% പെർ ആനം ആണ്. അതായത് ഈ ക്വസ്റ്റ്യൻ അരുണിന്റെ ക്യാപിറ്റൽ എത്രയാ പറഞ്ഞിട്ടുള്ളത്? 4 ലക്ഷം രൂപയാണ് അരുണിന്റെ ക്യാപിറ്റൽ. അതേപോലെ കരുണിന്റെ ക്യാപിറ്റൽ എത്ര ലക്ഷം രൂപയാണ്? 3 ലക്ഷം രൂപയാണ് കരുണിന്റെ ക്യാപിറ്റൽ അല്ലേ? സോ 4 ലക്ഷം രൂപയുടെ മുകളിൽ 8% നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ 4 into 8 are 32, which means 32,000 റുപ്പീസ് ആണ് എന്ത്? നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എമൗണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാൻ? നൈസ് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ അതായത് 4 ലക്ഷം, 4 lakh, 4 ലക്ഷം, 4 lakh ഇൻറ്റു എത്ര ശതമാനം? 8%, ദാറ്റ് ഈക്വൽ 32,000. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി അതേപോലെ തന്നെ 3 lakh ഇൻറ്റു 8% എത്ര വരും? 3 8 24, 24,000. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എത്രയാണ്? 24,000. സെറ്റ് അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടി. അങ്ങനെയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ, എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? നമ്മൾ പാർട്ട്നേഴ്സ് ആണ്, നമ്മൾ ബിസിനസ് ആണ്, നമ്മളെ പാർട്ട്നേഴ്സിന് കൊടുക്കുന്നതാണ് എന്ത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലേ? സോ നമുക്ക് എക്സ്പെൻസ് അല്ലേ? അപ്പൊ ഇവിടെ റെക്കോർഡ് ചെയ്യും ഇൻട്രസ്റ്റ് ഓൺ. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, ആരൊക്കെയായിരുന്നു? അരുണിന് 32,000 റുപ്പീസ് ആണ്. അതേപോലെ കരുണ്. ഓക്കെ, കരുണും അല്ലേ? ഓക്കെ, കരുണ് എത്ര രൂപയായിരുന്നു? 24,000 റുപ്പീസ്. ഓക്കെ, സോ അത് ടോട്ടൽ എമൗണ്ട് എത്ര വരും? 56,000 റുപ്പീസ്, 56,000 രൂപ വരും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ അത് നമ്മൾ റെക്കോർഡ് ചെയ്തു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്തു. ദെൻ ദ ഡ്രോയിങ്സ് ഓഫ് രാജൻ ആൻഡ് സാജൻ വേർ ദ ഇയർ 30,000 and 10,000 റെസ്പെക്റ്റീവ്ലി. ഒന്ന് നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡ്രോയിങ്സ് നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് അപ്രോപ്രിയേഷനിലേക്ക് റെക്കോർഡ് ചെയ്യൂല. കാരണം എന്താണെന്ന് അറിയാവോ? പ്രോഫിറ്റ് ഓർ ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. അതായത് നമ്മൾ +1 പഠിച്ച പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് എക്സ്റ്റൻഷൻ ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ +1 പഠിക്കുന്ന സമയത്ത് ഡ്രോയിങ്സിനെ നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലാണോ റെക്കോർഡ് ചെയ്തത്? അല്ല, നമ്മൾ ബാലൻസ് ഷീറ്റിലേക്കാണ് ഡ്രോയിങ്സിനെ റെക്കോർഡ് ചെയ്തത്. അതല്ലേ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? അതുകൊണ്ട് ഡ്രോയിങ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ബട്ട് എന്തിനാ ഡ്രോയിങ്സ് ക്വസ്റ്റിന് കൊടുക്കുന്നത്? അപ്പം അത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ചില ചോദ്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പെർസെന്റേജിലായിരിക്കും തരാം. അതായത് 8% ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ലെങ്കിൽ 6% എന്നൊക്കെ ക്വസ്റ്റിന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡ്രോയിങ്സിന്റെ മുകളിലാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാവർക്കും ഓക്കെ അല്ലേ?
സോ ബാക്കി വായിക്കാം. സോ ബാക്കി നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ അരുൺസ് ഡ്രോയിങ്സ് വാസ് 750 ആൻഡ് കരുൺസ് വാസ് 250. ക്ലിയർ അല്ലേ? അരുണിന്റെ ഡ്രോയിങ്സ് 750 ആണ്, കരുണിന്റെ 250 ആണ്. സോ ഇത് രണ്ടും ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആണ് അല്ലേ? അപ്പൊ നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യും നേരെ ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, അരുണ് അതേപോലെ തന്നെ കരുൺ. എത്രയായിരുന്നു അരുണിന്റെ എമൗണ്ട്? 750 ആണ് അരുണിൻ്റെത്, 250 ആണ് കരുണിൻ്റെത്. അല്ലെ ടോട്ടൽ എമൗണ്ട് എത്ര വന്നു? 1000 രൂപയാണ് ടോട്ടൽ എമൗണ്ട് വരെ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ എല്ലാം റെക്കോർഡ് ചെയ്തല്ലോ. സോ എല്ലാ ഐറ്റംസ് റെക്കോർഡ് ചെയ്തു. പറഞ്ഞ കാര്യം ക്ലിയർ. സോ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നോക്കാം. ഐറ്റം നോക്കിയിട്ട് ഫേമിന്റെ എക്സ്പെൻസ് ആണെങ്കിൽ എവിടെ റെക്കോർഡ് ചെയ്യും? ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യും. ഫേമിന്റെ ഇൻകം ആണെങ്കിൽ എവിടെ റെക്കോർഡ് ചെയ്യും? ഇറ്റ് ഷുഡ് ബി റെക്കോർഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. ദാറ്റ്സ് ഇറ്റ്. ഇത്രയുള്ള അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനലി ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, രണ്ട് സൈഡും സം ചെയ്ത് നോക്കാൻ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? 1,83,000 ആണ് ക്രെഡിറ്റിലെ ബാലൻസ് അല്ലേ. ഡെബിറ്റിലെ ബാലൻസ് എത്ര വരാം നോക്കിക്കേ. 24,000 പ്ലസ് 10,000 ആയിരിക്കും 34,000. സോ 34,000 പ്ലസ് 56,000 എത്ര ടോട്ടൽ എമൗണ്ട് വരാം? 90,000. 90,000 രൂപ ടോട്ടൽ വരില്ലേ? ഇതിൽ ഏതാ ഹയസ്റ്റ് വാല്യൂ? 1,83,000 അല്ലേ. സോ 1,83,000 നമ്മൾ എന്ത് ചെയ്യുന്നു? അക്കൗണ്ട് ടോട്ടലായി കൺസിഡർ ചെയ്യുന്നു. ക്ലിയർ? എങ്ങനെ അക്കൗണ്ട് ടോട്ടലായി കൺസിഡർ ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യും? 1,83,000 മൈനസ് ഏത് എമൗണ്ട് ചെയ്യും നമ്മൾ? ഇവിടുത്തെ ടോട്ടൽ ഡെബിറ്റിലെ ടോട്ടൽ എത്ര? 90,000. ദാറ്റ് വിൽ ബി 93,000 റുപ്പീസ് വരും. ഓക്കെ അല്ലേ? 1,83,000 മൈനസ് 90,000 ദാറ്റ് വിൽ ബി 93,000. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? അതായത് പ്രോഫിറ്റ് ഉള്ള സെപ്പറേഷൻ പ്രോഫിറ്റ് എത്രയാണ്? 93,000 ആണ്. ഇനി ഈ 93,000 റുപ്പീസിനെയാണ് നമ്മൾ ആർക്ക് വീതിച്ചു കൊടുക്കേണ്ടത്? നമ്മളെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള അരുണും വരുണും വീതിച്ചു കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? സോ അരുൺസ് ക്യാപിറ്റൽ അതേപോലെ തന്നെ വരുൺസ് ക്യാപിറ്റൽ. ഓക്കെ, വരുൺസ് ക്യാപിറ്റൽ. എത്രയായിരിക്കും ഇവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവാന്ന് അറിയാവോ? അതായത് 93,000 റുപ്പീസ് അല്ലേ? അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. എത്രയാണ്? 2:1 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 2:1 എന്ന് പറഞ്ഞ ഒരു പ്രൊപ്പോർഷൻ നമ്മൾ എന്ത് വീതിച്ചു കൊടുക്കേണ്ടത്? അപ്രോപ്രിയേഷൻ പ്രോഫിറ്റിന് വീതിച്ചു കൊടുക്കേണ്ടത്. പറഞ്ഞ കാര്യം ക്ലിയർ? എല്ലാവർക്കും ഓക്കെ അല്ലേ? സോ എത്ര റുപ്പീസ് വരും? 93,000 ഇൻറ്റു 2/3 ദാറ്റ് ഈക്വൽ ടു 62,000 റുപ്പീസ് അരുണും അതേപോലെ 31,000 റുപ്പീസ് ആർക്കും വരുന്നതാണ്? വരുണും വരുന്നതാണ്. ക്ലിയർ അല്ലേ? സോ അപ്രോപ്രിയേഷനെ കൊണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്ന കാര്യം എല്ലാവർക്കും എളുപ്പത്തിന് മനസ്സിലായല്ലോ. സെറ്റ് അല്ലേ? സോ ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടി മക്കളെ എന്ത് ചെയ്യുക? ടീം സൈലന്റ് കൊമേഴ്സിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? അടിച്ച് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സോ all the best.